ഹായ് ഹലോ നമസ്കാരം. 2025 ഏപ്രിൽ മാസത്തെ നമ്മുടെ അസൈൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അസൈൻമെന്റ് തന്നിട്ടുണ്ടാവും. ആ അസൈൻമെന്റിനനുസരിച്ച് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഫ്രണ്ടിൽ വെക്കേണ്ടത് ഇങ്ങനെ ഒരു ഷീറ്റാണ്. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എഴുതിയാലും മതി. മുമ്പിൽ അസൈൻമെന്റ് കുറച്ച് സെൻറ്ററിലേക്ക് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിവിടെ ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നെയിം, സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അസൈൻമെൻറ്റാണ് എഴുതുന്നതെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, അതിനൊരു കോഡ് ഉണ്ടാവും. പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോഡ് 317 ആണ്. ഇനി മലയാളം ആകുന്ന സമയത്ത് 343. അപ്പോൾ ഏത് സബ്ജക്റ്റിൻ്റെതാണോ എഴുതുന്നത് അതിനനുസരിച്ച് സബ്ജക്റ്റും അതിൻ്റെ കോഡും എഴുതുക. ഇതാണ് ഏറ്റവും ഫ്രണ്ടിൽ വെക്കേണ്ട ഷീറ്റ്. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ വെക്കേണ്ടത് നമ്മൾ തന്ന അസൈൻമെൻറ്റിൻ്റെ ആ PDF-ൻ്റെ ഓർഡറായിട്ട് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൺ സൈഡ് ആയിട്ടാണ് എഴുതേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ 4 ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം, മാർജിന് വരയ്ക്കണം. നല്ല വൃത്തിയിൽ നീറ്റായിട്ട് A4 ഷീറ്റിൻ്റെ 4 ഭാഗം കളർ കൊണ്ട് തന്നെ മാർജിന് വരയ്ക്കുക. പിന്നെ ഹെഡിങ് ഇൻട്രൊഡക്ഷനൊക്കെ ഉള്ള ഭാഗമാണ്. ഇൻട്രൊഡക്ഷൻ വൃത്തിയായിട്ട് എഴുതുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ആകുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതണം വൃത്തിയായിട്ട്. ക്വസ്റ്റ്യൻ 1 എന്നിട്ടിട്ട് 1-ൽ Aയും Bയും ഉണ്ടാവും. അപ്പോൾ 1 ഒരു കുത്തിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷം A ക്വസ്റ്റ്യൻ നല്ല ക്ലിയറിൽ എഴുതുക. ഇനി B ആണേ B എന്നിടുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് A ആണോ B ആണോ നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ആൻസർ എന്നുള്ള എഴുതിയതിന് ശേഷം ആൻസർ എഴുതേണ്ടത്. ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ലാസ്റ്റ് ഭാഗം അങ്ങനെ ഈ നമ്മൾ എഴുതുന്ന മാർജിന് അടുപ്പിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കുറച്ച് മേലോട്ടാക്കിയിട്ട് എഴുതി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അടുത്ത പേജിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പേജ് എഴുതിയതിന് ശേഷം നല്ല നീറ്റായിട്ട് അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. വളഞ്ഞൊന്നും പോകരുത്, നേരെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എഴുതിയതിന് ശേഷം പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതെല്ലാം തന്നെ PDF ആക്കിയിട്ടാണ് അയച്ചു തരേണ്ടത്. കാരണം ഓൺലൈൻ സബ്മിഷനാണ് വരുന്നത്. PDF എങ്ങനെ ആക്കുക എന്നുള്ളതിൻ്റെ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ കൊടുത്തിരിക്കുന്ന പോലെ PDF ആക്കുക. എന്നിട്ട് ഓരോ അസൈൻമെൻറ്റിൻ്റെ പേര്, പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന് ആ PDF-ന് നെയിം നൽകിയതിന് ശേഷം വാട്സപ്പ് കൂടെ ഷെയർ ചെയ്ത് തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് സബ്മിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അതെല്ലാം നിങ്ങൾക്ക് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യമുള്ള കുട്ടികൾ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാറ്. നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി. നമുക്ക് ഏകദേശം 1 മന്ത് കൂടുതലുണ്ട്. കാരണം നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വരെ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഉള്ള ടൈമുണ്ട്. ഡിസംബർ ഏകദേശം 30 വരെ ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് നീറ്റായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അസൈൻമെൻറ്റിന് നമുക്ക് 20 മാർക്കാണ് ഒരു അസൈൻമെൻറ്റിന് ടോട്ടൽ. അതിൽ 10 മാർക്കാണ് അസൈൻമെൻറ്റ് പാസ്സാവാൻ വേണ്ടതുള്ളൂ. അപ്പം നമ്മൾ എഴുതുന്ന നീറ്റ്നെസ്സിനനുസരിച്ച് നമുക്ക് അസൈൻമെൻറ്റ് 20 മാർക്കും കിട്ടും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അസൈൻമെൻ്റ് ആണ്. അപ്പോൾ 10 മാർക്കെങ്കിലും മിനിമം കിട്ടിയാൽ നമ്മൾ ആ അസൈൻമെൻറ്റിന് പാസ്സാണ്. എഴുതി ഈ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. അതിന് മുമ്പായിട്ട് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് 5 സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുക. പാസ്സാവാൻ 5 സബ്ജക്റ്റുകളെ വേണ്ടതുള്ളൂ. അതായത് NIOSൻ്റെ +2 പാസ്സാവാൻ നമുക്ക് 5 സബ്ജക്റ്റാണ് വേണ്ടത്. അപ്പോൾ ഈ 5 സബ്ജക്റ്റിനും നമുക്ക് അസൈൻമെൻറ്റ് ഉണ്ടാവും. ഈ അസൈൻമെൻറ്റ് മലയാളം ഒഴികെ, മലയാളവും ഹിന്ദിയും ഒഴികെ, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി, അറബി, ആ സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതാവുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ അസൈൻമെൻറ്റ് എഴുതിയെന്ന് കരുതിയിട്ട് നിങ്ങൾ എക്സാമിന് മലയാളത്തിൽ ആൻസർ എഴുതുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് എക്സാമിന് മലയാളത്തിൽ എഴുതാം, പക്ഷേ അസൈൻമെൻറ്റ് ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് ബെറ്റർ. ഇംഗ്ലീഷിൽ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല നീറ്റായിട്ട് അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എക്സാം നമുക്ക് ഏകദേശം ഉണ്ടാവുക ഏപ്രിലായിരിക്കും. അതായത് 2026 ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും. ഇതുവരെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും.